മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഉടനീളം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. മലപ്പുറം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലെ SP ഓഫീസുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചുകളിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ SP ഓഫീസുകളിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അല്പസമയത്തിനകം കൊച്ചിയിലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തുടങ്ങും. ഇപ്പോൾ പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് SP ഓഫീസുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന്, വിനേഷ് കുമാർ പാലക്കാട് നിന്നും ചേരുകയാണ്. അനുമോദ്, മലപ്പുറത്ത് എന്താണ് അവസ്ഥ? മലപ്പുറത്ത് കുറച്ചുകൂടി അക്രമാസക്തമായിരുന്നുവല്ലോ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. മഞ്ജുഷ, മലപ്പുറത്തെ മാർച്ച് ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. 12:30യോടെയാണ് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസ് മാർച്ച് ആരംഭിച്ചത്. DCC അധ്യക്ഷൻ VS ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ലാത്തി കൊണ്ട് അവരെ നേരിട്ടു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനിടെ പോലീസും പ്രവർത്തകരും ഉന്തും തള്ളുമുണ്ടായി. DCC പ്രസിഡന്റ് VS ജോയ്ക്ക് നേരെ കയ്യേറ്റമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ കൂട്ടമായി എത്തി പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമായി. അതിനെ തുടർന്ന് പോലീസ് കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് കോഴിക്കോട് പാലക്കാട് പാത മലപ്പുറം പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ വെച്ച് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധം തീർത്ത പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഏതാണ്ട് ഈ ദേശീയപാതയിൽ 10 മിനിറ്റോളം ഗതാഗതവും തടസ്സപ്പെട്ടു. നിലവിൽ ആ സ്ഥിതി ശാന്തമാണ്, സമാധാനപരമാണ്. പ്രതിഷേധിച്ച പ്രവർത്തകരൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞിരിക്കുന്നു. ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. നമുക്കറിയാം, മലപ്പുറം കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പ്രധാന പ്രശ്നങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. അൻവറിന്റെ ആരോപണങ്ങളെല്ലാം മലപ്പുറം SP ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. മലപ്പുറം മുൻ SP ആയിരുന്ന സുജിത് ദാസിനെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റ് യുവജന വിഭാഗങ്ങളുടെയും ഒക്കെ പ്രതിഷേധം ഇവിടേക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയും PV അൻവറും ഒത്തുകളിക്കുകയാണ്. രണ്ട് കൊള്ളസംഘങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൊള്ളസംഘം, അൻവറിന്റെ നേതൃത്വത്തിലുള്ള കൊള്ളസംഘം, ഈ കൊള്ളസംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇവിടുത്തെ പ്രധാന വിഷയം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നത് ഈ കൊള്ളസംഘങ്ങളുടെ തർക്കം സമവായത്തിലെത്തിക്കാനുള്ള ശ്രമമാണ്. അത് അംഗീകരിക്കില്ല. ഈ വിഷയത്തിൽ CBI ഇടപെടൽ ആവശ്യമാണ്. CBI ഈ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും വലിയ സമര പരമ്പരകൾ തന്നെ നമുക്ക് മലപ്പുറത്ത് പ്രതീക്ഷിക്കാം. മഞ്ജുഷ്, മലപ്പുറത്താണ് യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസ് മാർച്ച്. പാലക്കാടും SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. വിനേഷ്, മാർച്ച് അവസാനിച്ചോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മാർച്ച് അവസാനിച്ചു. അല്പസമയം മുമ്പ്, അതായത് 1 മണിക്കൂർ വൈകിയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് SP ഓഫീസിലേക്ക് നടന്നത്. ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് പരാജയപ്പെടുത്തി. തുടർന്ന് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി നടന്നു. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് നേതാക്കൾ ഇടപെട്ട്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. തുടർന്ന് നേതാക്കളെയും വലിച്ചഴച്ച് പോലീസ് വാനിൽ കയറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയോ ലാത്തി പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ, കാരണം പ്രവർത്തകർ ആളുകൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു അക്രമാസക്തമായ അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. എങ്കിൽ പോലും പോലീസ് വളരെ ആസൂത്രിതമായി തന്നെ അവരെ പിടികൂടി കൃത്യമായി തന്നെ അവരെ ഇതിനകത്ത് എത്തിക്കാനുള്ള ഒരു ശ്രമം, അതായത് വാഹനത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ പ്രവർത്തകരെല്ലാം റോഡിലൂടെ വലിച്ചഴച്ചതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പാലക്കാട്, കാസർഗോഡ്, മലപ്പുറം ഈ ജില്ലകളിലാണ് ഇപ്പോൾ SP ഓഫീസുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. അല്പസമയത്തിന് ഉള്ളിൽ എറണാകുളത്തും SP ഓഫീസിലേക്കുള്ള മാർച്ച്, കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അവിടെ മാർച്ചുണ്ടാകും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ.
യൂത്ത് കോൺഗ്രസിന്റെ